ചന്ദ്രമ്മേ, ഞാൻ വായടക്കട. ചന്ദ്രികാമ്മ അമ്മ എന്ന് ചേർത്ത് വിളിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. അമ്മേ, വന്ദനയുടെ ജീവിതം ഞാൻ തകർത്തിട്ടില്ല. ഞാൻ താലി കെട്ടിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഞാൻ വന്ദനയെ എന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാനാ വന്നത്. വേണ്ട വേണ്ട, സംരക്ഷിച്ചിടത്തോളം ഒക്കെ മതി. ഇനി കോടീശ്വരന്മാരുടെ കുടുംബത്തിലെ അടിമപ്പണി കൂടി വേണ്ട. അവൾ ഇവിടെ കിടന്ന് മൂത്ത് നരച്ചോട്ടെ. ദയവ് ചെയ്തു പോയി തരാമോ? പോവാൻ. ഇതാരത്? അളിയനോ? വന്നാട്ടെ, ഇരുന്നാട്ടെ. പെണ്ണറിയാതെ താലി കെട്ടി ആദ്യത്തെ കെട്ടിയോനല്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ ചതിയനും ചെറ്റയും എന്റെ അനിയൻ മനോജാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. മനോജനെ കടത്തി വെട്ടിയ ചെറ്റയാ ഈ മുന്നിൽ നിൽക്കുന്നത്. ഓ നമോവാകം. പ്രകാശേ, വേണ്ട. നമ്മളോട് സംസ്കാരം കാട്ടിയില്ലേലും നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ. വീട്ടിൽ കയറി വന്നതല്ലേ. വാ, ആത്തോട്ടിരിക്കാം. ഇരുത്തിക്കോ, ഇരുത്തിക്കോ. സൽക്കരിച്ചോ. ജഗൻ വരുമ്പോ ഉത്സവമായിരുന്നല്ലോ ഇവിടെ. ഇപ്പൊ ഇവിടെ വെടിക്കെട്ട് ദുരന്തം നടന്ന പൂരപ്പറമ്പ് പോലെ. എന്നിട്ടും അച്ഛന് ആതിഥ്യ മര്യാദ, സൽക്കാരം. നടക്കട്ടെ. ദൂരെ നിർത്തേണ്ടവരെ വിളിച്ചിരുത്തി സൽക്കരിച്ചതിന്റെ തിരിച്ചടിയാ ഇതൊക്കെ. അനുഭവിച്ചോ? മനോജേ, മനോജേ, എന്താ? ഞാനിപ്പോ സംസാരിച്ചാൽ ശരിയാവില്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാനൊന്നും എപ്പോഴും എനിക്ക് കഴിയില്ല. നിന്റെ സ്വന്തം ഭാര്യ സഹോദരനല്ലേ? വന്ന കാര്യം ചോദിച്ചിട്ട് അയാളെ പറഞ്ഞയച്ചേക്ക്. അച്ഛൻ നിങ്ങളോട് ഇതുവരെ പുറത്തു പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ. പുതിയ സാഹചര്യങ്ങൾ അച്ഛനെ അതിനെ നിർബന്ധിക്കുക. ദയവായി ഒന്ന് പോയി തരണം, പ്ലീസ്. മനോജേ, തൽക്കാലം ഒന്ന് പോണം. പോ പ്ലീസ്. ഇല്ല, ഈ കുടുംബത്തെ ദ്രോഹിക്കാനല്ല, രക്ഷിക്കാനാണ് ഞാൻ വന്നത്. എനിക്ക് മാപ്പ് തന്നു എന്നൊരു വാക്ക് ഇതുവരെ ചന്ദ്രിക അമ്മയോ വന്ദനയോ പറഞ്ഞിട്ടില്ല. അവരെനിക്ക് മാപ്പ് തരണം. വന്ദനയെ എന്റെ ഭാര്യയായിട്ട് ഒപ്പം അയക്കുകയും വേണം.
അത് നടക്കാതെ ജഗൻ ഇവിടുന്ന് പോവില്ല. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ട് മതിയായില്ലേ നിങ്ങൾക്ക്? ഒരു സ്വൈരം തരില്ലേ? എല്ലാവരും ആട്ടി ഇറക്കിയിട്ടും ഒരു തെരുവ് പട്ടിയുടെ അഭിമാനം പോലും ഇല്ലേ? ലോക ചതിയനെ നിങ്ങളുടെ ഭാര്യയാവാൻ എന്നെ കിട്ടില്ല. വരില്ല ഞാൻ. പൊക്കോ. ഇതിൽ നല്ലത് കയറെടുത്ത് എല്ലാം അവസാനിപ്പിക്കുന്നതാ. ഈ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഈ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് ഒരു സുഖ. തഞ്ചത്തിൽ കളിച്ചാൽ തന്ത്രിയേം കൊടുക്കാമെന്നാണ്. ഏത് തന്ത്രമെടുത്തും കുറച്ച് പണം ഉണ്ടാക്കണം. ഹലോ, എന്താ എങ്ങോട്ടാ പറഞ്ഞത് പോകുന്നത്? ഇത് സത്രമല്ല. പുതിയ സംബന്ധം കൂടാൻ ഇറങ്ങി തിരിച്ചാണെങ്കിൽ വേണ്ട. ജിതേന്ദ്ര, ഞാൻ സംബന്ധം കൂടാൻ വന്നതല്ല. ഉറുപ്പ് സാറിനെ ഒന്ന് കാണണം. എന്തിന്? സ്വന്തം സഹോദരിയുടെ താലിക്ക് പ്രതിഫലം ചോദിക്കാനോ? പണം കിട്ടിയാൽ എന്തും ചെയ്യുന്നവനാണല്ലോ പ്രകാശ. ജിതേന്ദ്ര, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഉറുപ്പ് സാറിന് ഗുണമുള്ള കാര്യത്തിനാണ് ഞാൻ വന്നത്. വേണ്ട. മാധവൻ നായരുടെ ദരിദ്ര കുടുംബത്തിലെ കമ്മട്ടം കുറുപ്പിന് കടമായിട്ട് വേണ്ട. എന്റെ പെങ്ങളുടെ മുന്നിലിട്ട് അവരുടെ ഭർത്താവിനെ തല്ലിച്ചതച്ച് അവളെ അപമാനിച്ചിറക്കി വിട്ടവനാ നിങ്ങൾ. കുറുപ്പിന്റെ ഇളയ മകനെയും തട്ടിയെടുത്തിട്ട് കുറുപ്പിന് ഗുണമുണ്ടാക്കാൻ നടക്കുന്നു. ഇറങ്ങിപ്പോടോ, ഇല്ലെങ്കിലേ ചവിട്ടിക്കൂട്ടി പുറത്തെറിയും ഞാൻ. ഹരിതേ, നീ വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി വന്നിട്ട് ദിവസം കുറേ ആയില്ലേ? ഒന്ന് കണ്ട് സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ. അത് കൊള്ളാം. തല്ലി ചതച്ച് പടി ഇറക്കിയിട്ട് ഇപ്പൊ സുഖവിവരം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. സ്വന്തം ഭർത്താവിനെ തല്ലിയത് ഏട്ടനല്ല, സ്വന്തം തന്തയാണെങ്കിലും ഒരു ഭാര്യ അത് സഹിക്കില്ല. നിങ്ങൾ ചെയ്തത് കണ്ണിച്ചോരില്ലാത്ത പ്രവൃത്തിയായിപ്പോയി. അപമാനിച്ച് ആട്ടി പുറത്താക്കിയിട്ട് സുഖവിവരം അന്വേഷിക്കാനുള്ള ഈ വരവുണ്ടല്ലോ, അത് തീരങ്ങോട്ട് ബോധിച്ചിട്ടില്ല എനിക്ക്. എന്നാലും പറയാം, എനിക്കിവിടെ പരമസുഖമാ. തൃപ്തിയായില്ലേ? ഇനി ഇറങ്ങി പൊക്കൂടെ?
എന്റെ മോളുടെ ജീവിതമേ തകർന്നു. ഇനി എന്റെ മോന്റെ ജീവിതം കൂടി തകർക്കണോ? നിങ്ങളുടെ അനിയത്തിയുടെ താലിദോഷ പരിഹാരത്തിന് ബലി കൊടുക്കാൻ എന്റെ മോന്റെ ജീവിതം തന്നെ വേണം നിങ്ങൾക്ക്. ഞാൻ കാല് പിടിക്കാം. എന്റെ ജഗനെ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? ഒരു പെറ്റമ്മയുടെ കാല് പിടിച്ച അപേക്ഷയാ. എന്റെ ജഗനെ എനിക്ക് വേണം. അവരെ വിട്ടു തരണം. നീ എന്താണ് ഇവിടെ? ആരോട് കയറ്റി അയച്ചത്? അല്ല ഞാൻ കുറുപ്പ് സാറേ, ഞാൻ നന്ദി കേട്ടവനെ. സാറേ കടക്കടാ പുറത്ത്. കടക്കാൻ എന്നെ ഇന്ന് ഞാൻ എന്തിനാ കയറി വന്നത്? എടാ എന്തിനാ പറടാ. പറയുന്നൊന്ന് കേൾക്കണം. കുറുപ്പ് സാറേ, പ്രകാശം വന്നത് എന്റെ അച്ഛൻ മാധവൻ നായർക്ക് വേണ്ടിയല്ല, പിന്നെ അനിയത്തിക്ക് ഒരു നല്ല ഭാവി എരുന്നുണ്ടാക്കാനും വന്നല്ല. ജഗനും വന്ദനയും തമ്മിലുള്ള ബന്ധം നടക്കാൻ പാടില്ല. അവരകലണം, അകന്ന് മാറണം. അതാണ് ഈ പ്രകാശന്റെ ലക്ഷ്യം. കുറുപ്പ് സാറിന്റെ മനസ്സിലും അതല്ലേ ആഗ്രഹം? അവരെ തമ്മില് ഞാൻ പിരിക്കാം. അച്ഛാ, ഇയാളോട് ഒരു കൂട്ടും വേണ്ട. ചതിയനാ, ചതിയൻ. നിങ്ങളകത്തേറി പോ. നീഞ്ചില്ലേ? നീങ്ങ വന്നേ. എന്താ അച്ഛാ? നിന്നോടിനി പ്രത്യേകിച്ച് പറയണോ? ഞാൻ പോയി. പെണ്ണിന്റെ അഭിപ്രായം കുറിപ്പിന് വേണ്ട. പ്രകാശ, നീ ചോദിക്കുന്ന എന്ത് ഞാൻ തരും. പകരം എനിക്ക് അവര് പിരിയണം എന്നേക്കുമായി. വാ. ജഗൻ ഇതുവരെ പോവാറായില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ജഗൻ ഇതുവരെ പോയില്ലേന്ന്. ഞാനിവിടെ നിൽക്കുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഞാനത് നിങ്ങളോടെല്ലാം പറഞ്ഞതുമാണ്. അത് നടത്തിയെടുക്കാതെ ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. ഇത് സെക്രട്ടേറിയറ്റ് നടയും പഞ്ചായത്ത് ഓഫീസൊന്നും അല്ല ധർണയും സത്യാഗ്രഹമൊക്കെ നടത്താൻ. ജഗൻ വലിയ രാഷ്ട്രീയക്കാരനായിരിക്കും. അടിയും പിടിയും റോഡിൽ കിടന്ന് നടത്തുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ മതി, ഇവിടെ ചെലവാവില്ല. ജഗൻ വലിയ അഭ്യാസം ഇറക്കാതെ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. കണ്ടില്ലേ,
അയൽവക്കക്കാര് കാഴ്ച കാണാൻ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം നാണക്കേട് ജഗനായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് മതിയാക്കി പൊയ്ക്കൂടെ? ഞാനായിട്ടൊരു കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് തന്നെ പരിഹാരം ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ജഗൻ, നീ ചെയ്തു കൂട്ടിയത് നിസ്സാരമായൊരു തെറ്റല്ല. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ നീ കളിച്ചത്. നിന്റെ അനിയത്തിക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നീ സഹിക്കൂ. പഴയ MLA കുറുപ്പിന്റെ മോനാണെന്നുള്ള അഹങ്കാരവും ഇപ്പോഴുള്ള രാഷ്ട്രീയ സ്വാധീനമൊന്നും ഫലം ചെയ്തു വരില്ല. അതുകൊണ്ട് അധികം ഞെളിയാൻ നിൽക്കാതെ പോവാൻ നോക്ക്. അരിയും ചെന്ന് ആശാരിച്ചിയും കടിച്ചിട്ട് പട്ടിക്ക് പിന്നെ മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെയായി. ജഗൻ, പ്രകാശ് ചേട്ടന്റെ സ്വഭാവം ജഗൻ അറിയാത്തത് കൊണ്ടാ. കലി ഇളകിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. പിന്നെ അടിയും വെട്ടും കുത്തും ബഹളവും ഒക്കെ ആവും. അതുകൊണ്ട് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാനെങ്കിലും ജഗൻ ഒന്ന് പോവാൻ നോക്ക്. ജഗനെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നാ പിന്നെ വരാനുള്ളത് അനുഭവിക്കാം, അത്ര തന്നെ. ജഗന്റെ ഇപ്പോഴത്തെ അവസ്ഥ സാറിന് അറിയാമോ? അറിയില്ല. അവൻ ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ട്. മുറ്റത്ത് പൊരിവെയിലത്താണ്. ഒരേ നിൽപ്പ വന്ദനയും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയിൽ അവൻ. എന്നെ തുലയ്ക്കാൻ പറഞ്ഞവൻ കുടുംബദ്രോഹി. സ്വന്തം മകനായി പോയി, അല്ലെങ്കിൽ ഒറ്റ ചവിട്ട് ഞാൻ തീർത്തനെ. ഒരു രാഷ്ട്രീയ നേതാവിനെ രക്തബന്ധം എങ്ങനെയൊക്കെ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാം, ആ അവസ്ഥയിലാണ് ഞാനിപ്പോ. അതെനിക്കറിയാം. ജഗനെ വെറുക്കാവുന്നതിന്റെ പരമാവധി വെറുത്തിരിക്കുക വന്ദന. ഈ അവസ്ഥയാണ് മുതലെടുക്കേണ്ടത്. തനിക്ക് ജന്മം ജഗനെ വേണ്ട എന്ന നിലപാടിൽ വന്ദനയെ ഉറപ്പിച്ച് നിർത്തണം. സഹോദരനായി ഞാൻ മനസ്സ് വെച്ചാൽ അത് നടക്കും. വന്ദനയുമായി യാതൊരു ബാധ്യതയില്ലാത്ത തരത്തിൽ ജഗനെ ഞാൻ തിരിച്ചു തന്നേക്കാം. സാറിനത് പോരെ? ജഗൻ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. അവരൊരുമിച്ചൊരു ജീവിതം ആരംഭിച്ചിട്ടില്ലല്ലോ. എനിക്ക് ജഗനെ തിരിച്ചു കിട്ടിയാൽ മതി. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചോളാം. അങ്ങനെ ജഗനെ കിട്ടണമെങ്കിൽ കുറച്ച് ചെലവുണ്ട് സാറേ. നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ ഇരക്കാൻ വന്നതാണെന്ന്. പണം എത്ര വേണോ തന്നേക്കാം, കാര്യം നടന്നിരിക്കണം. ഇല്ലെങ്കിൽ നീ കുളം കണ്ടോ? ഇതെനിക്ക് കുളിക്കാൻ മാത്രമുള്ളതല്ല, എനിക്കിട്ട് പണി തരുന്നവനെ ചവിട്ടി താഴ്ത്താനും കൂടെ ഉള്ളതാ. ഈ പ്രകാശ് ഒരു കാര്യമേറ്റാലേ അതേറ്റാ സാറേ. വന്നോ? വന്നു. അത് മതി, നിന്നെ കൊണ്ടതിന് പറ്റും. അല്ല അതെന്താ സാറേ അങ്ങനൊരു പറച്ചില്? ഈ രാഷ്ട്രീയക്കാരുടെ ഇടയില് ഒരു ചൊല്ലുണ്ട്, അവസരവാദിക്കാണ് അവസരമെന്ന്. കാറ്റുള്ളപ്പോ തൂറ്റുക എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അല്ല മനസ്സിലായില്ല. അവസരം നോക്കി നീ ശത്രുവിന്റെ വീട്ടിൽ വരെ കയറി വന്ന് പണത്തിന്റെ ഡീൽ ഉറപ്പിച്ചില്ലേ, അതേ ഉദ്ദേശിച്ചുള്ളൂ. മിടുക്കനാ നീ, മിടുക്കൻ. എന്നാ പ്രകാശം ചെല്ലേ. ഓ ശരി സാർ. ഓ
അന്തന അവളെ ഇല്ലാതാക്കണം. അതിന് ഇവൻ തന്നെയാ ബെസ്റ്റ്. മണ നീ ആരെയും നോക്കുന്ന? ജഗനങ്ങളിനെ. വന്ദനമ്മ, ജഗനങ്ങൾ എന്തിനാ വെയിലത്ത് തന്നെ നിൽക്കുന്നത്? വെയിൽ കൊണ്ടാ ക്ഷീണിച്ചു പോവില്ലേ പാവം അങ്കിള്? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന? ജഗനങ്കിള്, നീ വേഗം പോയിരുന്ന് പഠിക്കാൻ നോക്കിക്കേ. ചെല്ല്. പോ. അവരുടെ ഒരു ജഗനങ്കിൾ.